ഓം നമോ ഭഗവതേ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ഏപ്രിൽ മാസ ഫലം. അത് ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏപ്രിൽ മാസത്തിൽ പൂർണ്ണമായ ദൈവാധീനമുള്ള ഒരു മാസമാണ്. അതായത് രാശിയുടെ അധിപനും സുഖസ്ഥാനത്തിൻ്റെ അധിപനുമായിരിക്കുന്ന വ്യാഴം നിവൃത്തിസ്ഥാനമായ 7ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം പ്രത്യേകതയാണ്. കൂടാതെ ശുക്രൻ, അതായത് 11ാം ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ശുക്രൻ ഭാഗ്യസ്ഥാനമായ 5ാമിടത്ത് സ്ഥിതി ചെയ്യുന്നു. അതുമൂലം വിവേക ബുദ്ധിയോടുകൂടിയൊക്കെ പ്രവർത്തിക്കുന്നതിന് സാധിക്കും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് നല്ല വിജയങ്ങൾ വന്നു ചേരുവാൻ ഈ ഏപ്രിൽ മാസത്തിൽ യോഗമുണ്ട്. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ധാരാളമുണ്ട്. അതായത് 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് +2-നും +1, +2 ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നവർക്കും മറ്റ് ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കും മറ്റ് ഇതര തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസങ്ങളൊക്കെ ചെയ്യുന്ന ധാരാളം ആൾക്കാർക്ക് പരീക്ഷയുള്ള മാസമാണ്. ഈ മാസം വളരെയധികം അഭിവൃദ്ധികൾ വന്നു ചേരും. വിജയങ്ങളും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു മാസമാണ് ധനു രാശിക്കാർക്ക്. അതുപോലെ തന്നെ പ്രായമായവർക്ക്, ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം വന്ന് വാക്കാകുന്നതിനും, ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുന്നതിനുമൊക്കെ യോഗമുണ്ട്. വിവേക ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുക വഴി തൊഴിൽ പുരോഗതി വന്നു ചേരുവാനും യോഗമുണ്ട്. പൊതുവെ കണ്ടകശനിയൊക്കെ ഉള്ള സമയമാണ്. ആയതിനാൽ അലസത വെടിഞ്ഞ് പ്രവർത്തിക്കുക. അതായത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉത്തരവാദിത്തം മറ്റുള്ളവരെ ഏൽപ്പിക്കാതെയും ഇന്നെന്നുള്ളത് നാളത്തേന് മാറ്റിവെക്കാതെ അന്നേരം വരുന്ന കാര്യങ്ങൾ അപ്പോൾ ചെയ്തു തീർത്താൽ അത് പഠിക്കുന്ന കാര്യത്തിലായാലും തൊഴിൽ ചെയ്യുന്ന കാര്യത്തിലായാലും അപ്രതീക്ഷിത വിജയങ്ങൾ ശനി ഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിക്കും എന്നുള്ളതാണ് പ്രത്യേകത. തൊഴിൽ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് ജോലികൾ ചെയ്യുന്നവർക്കും ഒരു പുരോഗതി വന്നു ചേരും. 9ാം ഭാവാധിപൻ കൂടിയായിരിക്കുന്ന ആദിത്യഗ്രഹം, അത് ധനു രാശിക്കാർക്ക് 9ാം ഭാവാധിപനാണ് ആദിത്യൻ. അത് തൊഴിൽ സ്ഥാനമായ ഉപജയസ്ഥാനം 10ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യും. അപ്പോൾ പ്രവർത്തികാരകനായിരിക്കുന്ന ചൊവ്വ വിദ്യാഭാവത്തിൻ്റെ അധിപനും കൂടി കൂടെ ഉള്ളതിനാൽ വളരെ നല്ലതാണ്. അതായത് പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർ ഇൻ്റർവ്യൂവിലൊക്കെ പാസ്സാകുന്നതിനും, അതുപോലെ നല്ല തൊഴിൽ പുരോഗതി വന്നു ചേരുക, തൊഴിലിൽ മികവ് കാണിക്കുക വഴി പ്രൊമോഷൻ വന്നു ചേരുന്നതിനും ശമ്പള വർധനവ് വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട്. ഭൂമി വാങ്ങുന്നതിന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സ്വന്തം പേരിൽ ഭൂമി വന്നു ചേരുവാൻ യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ ഗൃഹം പുതുക്കിപ്പണിയുക, കലാകാരന്മാരായിരിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ്. കിട്ടുന്ന അവസരങ്ങൾ പരിശീലിക്കുക. പഠിച്ച വിദ്യ പരിശീലിക്കുന്നത് പോലെയാണ് മികവ് പുലർത്തുവാൻ സാധിക്കുന്നത്. അത് ഓരോ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക്, ഈ ധനു രാശിക്കാരായിരിക്കുന്നവർ ഈ ഏപ്രിൽ മാസത്തിൽ അപ്രതീക്ഷിതമായ ചില പ്രസിദ്ധികളൊക്കെ വന്നു ചേരുകയും ധനാഗമനയോഗവും കലാരംഗവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ആവാന്തര വിഭാഗങ്ങളിൽ ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും അനുകൂലമാണ്. അപ്രതീക്ഷിതമായ ചില ധനാഗമന യോഗങ്ങൾ ഉണ്ടാകും. ധനം വന്നു ചേരുന്നത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. സുഹൃത്തുക്കൾ മുഖാന്തരവും സഹോദരസ്ഥാനീയർ മുഖാന്തരവും ഒക്കെ ചില അധിക ചിലവുകൾ വന്നു ചേരുന്നതിനോ മനക്ലേശത്തിനോ സൂചനയുണ്ട്. സുഹൃത്തുക്കളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധിക്കുക. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ പൊതുവെ നല്ല ഒരു മാസമാണ് ഏപ്രിൽ മാസം. സ്വന്തം നാട് വിട്ടുപോയി തൊഴിൽ ചെയ്യുന്നവർക്കും അനുകൂലമായിരിക്കുന്ന സമയം. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. അതായത് രാശിയിലേക്ക് പൂർണ്ണമായ ദൈവാധീനമൊക്കെ ഉണ്ട്. അതുകൊണ്ട് പൊതുവെ ആരോഗ്യം തൃപ്തികരമായി. അധിക കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. അഭക്ഷ്യ വസ്തുക്കളുടെ ഉപയോഗവും ലഹരി പദാർത്ഥങ്ങളും പരമാവധി ഉപയോഗിക്കുവാനായിട്ട് പാടില്ല. ദൈവാധീനത്തോടുകൂടി ഒക്കെ വിജയിക്കുവാൻ സാധിക്കും.
സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ദുർബുദ്ധിയുടെയും സ്ഥാനത്ത് രാഹു എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നതിനാൽ ചിലപ്പോൾ ദുർബുദ്ധി മൂലം ചില കരാർ ഉടമ്പടികളിൽ ഒപ്പുവെക്കുകയും കടം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുന്നത് മൂലം വലിയ ബാധ്യതകളിൽ ചെന്ന് പെട്ടുപോകാതെ വളരെ ശ്രദ്ധിക്കുക. പുതിയ പുതിയ സംരംഭങ്ങൾ ചെയ്യുന്നവർ അധിക പലിശയ്ക്കുള്ള കടങ്ങൾ വാങ്ങി ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഒരു വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടുമൊക്കെ വളരെ നല്ല ഒരു അനുകൂലമുള്ള സമയമാണ്. ഈ നക്ഷത്രക്കാരായിരിക്കുന്നവരുടെ മാതാപിതാക്കൾക്കും അനുകൂലമാണ്. വാഹനം സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും ഒക്കെ പൊതുവെ അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ്. വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുക, ആർക്കിടെക്റ്റേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, എക്സ്റ്റീരിയർ ഡിസൈനേഴ്സ്, അത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടും വാഹന നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമാണ്. കലയുടെ കാരകനും വാഹനത്തിൻ്റെയും കെട്ടിടത്തിൻ്റെയും ഒക്കെ നിർമ്മാണത്തെ സൂചിപ്പിക്കുന്ന ആ ശുക്രഗ്രഹം പൂർണ്ണ ബലവാനായിട്ടാണ് ധനുരാശിക്കാർക്ക് നിൽക്കുന്നത്. അത് വളരെ അനുകൂലമായ രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കൂടാതെ ശാസ്താവിനെ ഭജിക്കുന്നതും നല്ലതാണ്. ദോഷങ്ങളൊക്കെ മാറി അലസതയൊക്കെ മാറി നല്ല രീതിയിൽ പ്രവർത്തനങ്ങളിൽ വിജയിക്കാൻ സാധിക്കും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഏതെങ്കിലും തരത്തിൽ അലസത മൂലമോ മറ്റ് ഏതെങ്കിലും കാരണങ്ങളാലോ അധപ്പതിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അത് പുരോഗതിക്കുന്നതിന് ശനി ഭഗവാന്റെ അനുഗ്രഹം വളരെ അത്യാവശ്യമാണ്. അതിന് ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുക, മഹാഗണപതിക്ക് പ്രാർത്ഥിക്കുക, ഗണപതി ഭഗവാന് നാളികേരം ഉടയ്ക്കുക, ഗണപതി ഹോമം നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ വളരെയധികം പുരോഗതി വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ, വിവാഹ തടസ്സമായാലും തൊഴിൽ തടസ്സമായാലും സന്താന കാര്യത്തിലെ കാര്യങ്ങളായാലും കടം വീടുന്നതായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുവാൻ നേരിട്ട് വരികയോ അതുപോലെ തന്നെ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.